രാഷ്ട്രീയ വിഷയം കൂടി ഉയർന്നു വരുന്നത് ഇന്നലെ ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമാണ്. അത് ഈ കേന്ദ്രമന്ത്രി രവ്നീത് ഭിട്ടുവിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ചതിയൻ എന്ന പ്രയോഗമാണ്. പക്ഷേ അത് ഏറ്റവും വേണ്ടപ്പെട്ടവർ പിരിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കളാകുമെന്ന് പറഞ്ഞതുപോലെ രാഹുൽ ബ്രിഗേഡിലെ തന്നെ ആളായിരുന്നു ബിട്ടു ഒരിക്കൽ. ആ ബിട്ടുവിനോട് സ്വാഭാവികമായി രാഹുലിന് അപ്രീതി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ്. അത് ഇന്നലെ നമ്മൾ വ്യക്തമായി രാഹുലിൻ്റെ മുഖത്തടക്കം കണ്ടതുമാണ്. അത് ഒരു സിഖ് ഗാന്ധി കുടുംബവും സിഖ് വിഭാഗവും തമ്മിലുള്ളൊരു പ്രശ്നം എന്നതിലേക്കൊക്കെ എത്തിക്കുകയാണ് ഇപ്പോൾ BJP. അതെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ രവനീത് ബിട്ടു രാഹുൽ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിൽ സജീവമായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ബിയാൻ സിംഗ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഖലിസ്ഥാൻ വാദികളുടെ ആക്രമണത്തിലാണ് 95-ൽ. അതിനുശേഷം അന്ന് ഏതാണ്ട് ബിട്ടുവിന് 20 വയസ്സാണ് പ്രായം. പിന്നീട് 2007-ലാണ് ബിട്ടു രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. 2009-ൽ അദ്ദേഹം പാർലമെന്റ് അംഗമാകുന്നു. അന്ന് പഞ്ചാബിലെ അനന്ത്പൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി ബിട്ടുവിനെ ലോക്സഭയിൽ എത്തിക്കുന്നത്. പിന്നീട് 2014-ലും 2019-ലും മോദി തരംഗം രാജ്യത്ത് ആകമാനം അടിച്ചപ്പോഴും പഞ്ചാബിൽ പ്രകടമായൊരു BJP തരംഗം ഉണ്ടായിരുന്നില്ല. പഞ്ചാബ് ഇപ്പോഴും BJPക്ക് ഒരു ബാലികേറാമലയായി നിൽക്കുന്ന സംസ്ഥാനമാണ്. അങ്ങനെ 2 തവണയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിശ്വസനായി അറിയപ്പെടുന്ന ബിട്ടു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് BJPയിൽ ചേർന്നത്. പിന്നീട് അദ്ദേഹം പ്രതിനിധീകരിച്ച ലുധിയാനയിൽ അദ്ദേഹം മത്സരിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ PCC അധ്യക്ഷനായ അമരീന്ദർ സിംഗ് രാജ വാറിങ്ങിനോട് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ അമരീന്ദർ വാറിങ് ഉൾപ്പെടെയുള്ളവർ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഉൾപ്പെടെയുള്ളവർ സസ്പെൻഷനിലാണ് നിലവിലുള്ളത്. ആ ഘട്ടത്തിലാണ് ബിട്ടു കടന്നു വരുന്നതും രാഹുൽ ഗാന്ധി ചതിയനായ തൻ്റെ മുൻ സുഹൃത്ത് കടന്നു വരുന്നു എന്ന പ്രയോഗം നടത്തിയതും. തുടർന്ന് ഷെയ്ഖാനിന് ശ്രമിച്ചു, പക്ഷേ ബിട്ടു അതിന് തയ്യാറായില്ല. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ആ പ്രയോഗമാണ് ഇപ്പോൾ ഏതായാലും വലിയ തോതിൽ ചർച്ചയാക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 84-ൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമാണ്. സ്വന്തം അംഗരക്ഷകരാൽ കൊല്ലപ്പെടുന്നത് ഇന്ദിരാഗാന്ധി. അതിനുശേഷം ഡൽഹിയിലടക്കമുണ്ടായിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം നമുക്കറിയാവുന്നതാണ്. ആയിരങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നു, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ തെരഞ്ഞു പിടിച്ച ആക്രമണം നടന്നു. അതിപ്പോഴും കോൺഗ്രസിനെ പല ഘട്ടങ്ങളിലും വേട്ടയാടുന്നുണ്ട്. കാരണം ജഗദീഷ് ടൈറ്റ്ലർ അടക്കമുള്ള പേരുകൾ സമീപകാലത്തൊക്കെ തന്നെ ചർച്ചയായതുമാണ്. ഏതായാലും ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഇതോടുകൂടി BJP. ഇന്നലെ പല നേതാക്കളും അക്കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിന് പ്രത്യേകിച്ച് സിഖ് സമുദായത്തോടുള്ള മനോഭാവമാണ് വ്യക്തമാക്കുന്നതെന്നാണ് അവർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയും പല നേതാക്കളും പ്രതികരിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയെന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഏതായാലും BJP ഉയർത്തിക്കൊണ്ടുവരും. രാകേഷ്, മറ്റൊരു കാര്യം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്നലെ ഉച്ചവരെ സഭയെ പ്രക്ഷുബ്ധമാക്കിയത് അതായിരുന്നു. ഇപ്പോൾ പരസ്യ പ്രതിഷേധവുമായി കർഷകരടക്കം രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലെ കർഷകർ, അവർ വളരെ വലിയ സംഘടിതമായ ഒരു ശക്തിയാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ അവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ വസതികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം, എന്താണ് ഈ കരാറിലുള്ളത് എന്ന പ്രഖ്യാപനം നടത്താത്ത സാഹചര്യത്തിൽ ഇത് എപ്പോൾ വരെ ഇങ്ങനൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ടാവില്ലേ? അതെ ശ്രീജ, ഇതുവരെ 2 ദിവസമായി അത്തരമൊരു പ്രഖ്യാപനം വന്നിട്ട് ആ പ്രഖ്യാപനം നമ്മൾ അറിഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണത്തോടു കൂടിയാണ്. പിന്നീട് അത് ശരിവെച്ചുകൊണ്ട് സ്ഥിരീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ രംഗത്ത് വന്നു. ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. പക്ഷേ അപ്പോൾ പോലും ഈ കരാറിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന കാര്യം വിശദീകരിച്ചിട്ടില്ല. പകരം രാജ്യ താൽപ്പര്യം സംരക്ഷിക്കും, കർഷക താൽപ്പര്യം ഉറപ്പായും സംരക്ഷിക്കും എന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് പുറമെ US അഗ്രികൾച്ചർ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാർഷിക വിപണി തുറന്നു നൽകിയിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും പഞ്ചാബിലെ കർഷകർ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തന്നെ വസതികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കും എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷേ സമര രീതി മാറിയേക്കാം. കാരണം നേരത്തെ പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ സമരം രാജ്യത്തെ പിടിച്ചുകുലുക്കിയതാണ്. അവർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് അന്ന് സമരം നടത്തിയത്. അന്ന് കേന്ദ്രത്തിന് പിന്നീട് കാർഷിക നിയമങ്ങൾ തന്നെ പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. അത് ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻഡോ US വ്യാപാര കരാർ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണവും. കാരണം 2025 ഫെബ്രുവരിയിൽ മോദിയുടെ US സന്ദർശനത്തിൽ അന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ് ഇന്ത്യ US വ്യാപാര കരാർ. പക്ഷേ അന്ന് അമേരിക്ക ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചു, നമുക്ക്
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണെന്നൊക്കെ തന്നെ പുറമേക്കൊക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ ചർച്ച വഴിമുട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കാർഷിക വിപണി തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അന്ന് അതിനോട് അനുകൂല നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല. രാജ്യ താല്പര്യം സംരക്ഷിക്കും, അതിനുശേഷമേ മറ്റെന്ത് കാര്യവുമുള്ളൂ എന്ന പ്രഖ്യാപനം അന്ന് ഇന്ത്യ നടത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ കരാറിൻ്റെ ഉള്ളടക്കം വന്നിട്ടില്ല. പക്ഷേ അമേരിക്ക ആവർത്തിച്ച് പറയുന്നത് കാർഷിക മേഖലയിൽ ഇളവുണ്ട് എന്ന വാദം അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുമ്പോൾ സ്വാഭാവികമായും കർഷകർ ആശങ്കയിലാണ്. നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലൊക്കെ തന്നെ ആപ്പിളിന്റെ താരിഫ് കുറച്ചതിലൊക്കെ തന്നെ ഹിമാചലിലെ അടക്കം കർഷകർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചാബിലെ കർഷകർ കൂടി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ശരി, PR രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.